പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭകാലം എന്ന് പറയുന്നത് നമുക്ക് ഗർഭിണിയാവുന്നത് കൊണ്ട് തുടങ്ങും നമുക്ക് സംശയങ്ങളും ഉടലെടുക്കുന്നത്. പലതരം സംശയങ്ങളായിരിക്കും. അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, അത് കഴിക്കാൻ പറ്റുമോ, അങ്ങനെ പലതരം സംശയങ്ങളായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. പക്ഷേ സെക്സ് ലൈഫിനെ കുറിച്ച് പലർക്കും സംശയങ്ങൾ ഉണ്ടാകും. പക്ഷേ സ്വന്തം ഗൈനക്കോളജിസ്റ്റിനോട് പോലും ചോദിക്കാൻ പലർക്കും മടിയാണ്. പക്ഷേ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗർഭകാലത്തുള്ള സെക്സ് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സെക്സ് അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ കുട്ടികൾ ആവാണ്ടിരിക്കാൻ, അതായത് ഒരു കുട്ടി ജനിച്ച് അടുത്ത കുട്ടീൻ്റെ ഇടയിൽ നമ്മളൊരു ഗ്യാപ്പ് ഇടണം. അതിനുവേണ്ടി നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് പലർക്കും അറിയില്ല. എന്നാൽ അറിയുമെങ്കിലും ഭാഗികമായിട്ടേ പലർക്കും അറിയുള്ളൂ. ഞാൻ ഡോക്ടർ ഫാസില ജസാഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇപ്പോൾ എൻ്റെ തന്നെ പേഷ്യൻ്റ് തന്നെ നമ്മളുടെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഒ പിയിൽ വരുന്ന പേഷ്യൻസ് ആയിരിക്കും. അവർ നമ്മുടെ കൂടെ ഒരു 5-6 മാസം അല്ലെങ്കിൽ ചിലർ 3 മാസം അങ്ങനെ പലരും കുറേ കാലമായിട്ട് നമ്മൾക്കും ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മളോട് കമ്പനിയായ നമ്മളോട് അത്രയും എന്തും തുറന്ന് പറയാനുള്ള സ്റ്റേജിലായ പേഷ്യൻസ് ആയിരിക്കും. അവർക്ക് പോലും ചോദിക്കാൻ മടിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണ് പ്രഗ്നൻ്റ് ആയിട്ട്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, ഇതിലേറെ മടിയായിരിക്കും. പക്ഷെ അവർക്ക് അറിയണമെന്നുണ്ടാവും ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ എന്തെങ്കിലും പറ്റുമോ. അധിക പേർക്കും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്തായിരിക്കും, സംശയമായിരിക്കും, എങ്ങാനും ഗർഭം അലസി പോവോ, അബോഷൻ ആവോ എന്നുള്ള ടെൻഷനായിരിക്കും. അപ്പം ഞാനിത് പല രോഗികളും സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി ആ ഒരു രീതിയിലാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ഗർഭിണിയായിരിക്കുമോ സെക്സ് ചെയ്യാൻ പറ്റുമോ? അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ അബ്ഡോമൻ, അതായത് നമ്മുടെ വയറ്, ഇതിൽ ധാരാളം മസിൽസ് ഉണ്ട്. ഇതിനകത്താണ് നമ്മളെ ഗർഭപാത്രം ഇരിക്കുന്നത്. ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു ഓർഗൻ തന്നെയാണ്. അതിനകത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് നമ്മുടെ ബേബി ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശിശു ഇരിക്കുന്നത്. ഇതിന് ഒരു ഷോക്ക് അബ്സോർബർ, അതായത് ഒരു ഇടിയോ അല്ലെങ്കിൽ ഒരു അനക്കോ ഒരു കുലുക്കോ ഒക്കെ തട്ടിയാൽ അത് ബേബിനെ അറിയിക്കാതിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് നമ്മളെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പ്രവർത്തിക്കുന്നു. അതാണ് ഇതിന് ഉത്തരം. അതായത് ഇപ്പം നമ്മൾ സെക്സ് ചെയ്തു അല്ലെങ്കിൽ സെക്സ് ചെയ്യുമ്പോൾ ഇളക്കില്ലേ, അങ്ങനെ ആവുമ്പോൾ ബേബിക്ക് എന്തെങ്കിലും പറ്റുമോ? അപ്പോൾ ഒന്നും പറ്റില്ല. അതാ നമുക്ക് സെക്സ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. ഇനി അടുത്തതെന്ന് പറയുന്നത് അബോഷൻ ആകുമോ? സെക്സ് ചെയ്താൽ അബോഷൻ ആകുമോ? അതിനും ഇതേ ഉത്തരം തന്നെയാണ്. നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് അകത്താണ് കുട്ടിയിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ അബോഷൻ ആവില്ല. പക്ഷേ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പ്രഗ്നൻസി അല്ല, അബോഷൻ ആവാനുള്ള ചാൻസ് ഉള്ള പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത്. ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, എപ്പോഴൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എപ്പോൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്? അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. അതിനു മുമ്പ് നമുക്ക് പറയാം, പ്രഗ്നൻസി നമുക്ക് 3 പീരിയഡ് ഉണ്ട് നമുക്കറിയാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ തേർഡ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് ക്ഷീണം, ഛർദി, ഓക്കാനം. മിക്ക പ്രഗ്നൻ്റ് ആയവർക്കും എണീക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അവർക്ക് എന്തായാലും സെക്സിനോട് താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർക്ക് എനർജി ഉണ്ടാവില്ല. പിന്നെ ചിലവർക്ക് നല്ല അടിവയറ് വേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, ക്ഷീണമില്ല, നടുവേദന ഇല്ല, ബ്ലീഡിങ് ഇല്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കൂടുതൽ. ഒരു 1-2 സ്കാനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോർമലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ രണ്ടാമത്തെ ട്രൈമസ്റ്ററിലാണ് അധിക സ്ത്രീകൾക്കും സെക്സിനോട് താല്പര്യം കാണും. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ താല്പര്യം ഉണ്ടാവില്ല അധിക പേർക്ക്. ഒരു 90% സ്ത്രീകളും അങ്ങനെയാണ്, പക്ഷേ വ്യത്യസ്തപ്പെടാം. പക്ഷേ ബാക്കിയുള്ള സ്ത്രീകൾക്ക് അധിക പേർക്കും സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ സെക്സിനോട് താല്പര്യം കാണും. ഇതിന് കാരണമുണ്ട് നമ്മളെ ഹോർമോണിലെ വ്യതിയാനം, സെർവിക്സിൽ ഒരു കൊഴുപ്പ് ഫ്ലൂയിഡ് കൂടുതലായിരിക്കും. പിന്നെ സാധാരണ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് പ്രഗ്നൻ്റ് ആയ ഒരു പെൺകുട്ടി കുറച്ചും കൂടി സുന്ദരിയായി എന്നാണ് പറയാറ്. അവരുടെ സൗന്ദര്യം കൂടിയത് അവർക്ക് തോന്നും. അവർക്ക് സെക്സിനോട് താല്പര്യം ഉണ്ടാവും, അവർക്ക് കുറച്ചും കൂടി എനർജി ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സേഫാണ്. കൂടുതൽ ഉത്തമം സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുന്നത്. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 പാർട്ട്ണർക്കും താല്പര്യമുണ്ടോ? ഇതെന്ന് പറയുന്നത് 2 ആളുടെ കാര്യമാണ്. അപ്പോൾ 2 പേരുടെയും താല്പര്യം നോക്കണം. ഈ തേർഡ് ട്രൈമസ്റ്ററിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ
ബേബി വലുതായി, അപ്പോൾ വയറ് വലുതായി, അപ്പോൾ എല്ലാ പൊസിഷനിലും ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രഗ്നന്റ് ലേഡിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ക്ഷീണം കിതപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി കംഫർട്ടബിൾ ആണെങ്കിൽ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അതായത് മുമ്പത്തെ ഡെലിവറിയിൽ നേരത്തെ പ്രസവം, അതായത് പ്രീ ടേം ഡെലിവറി ഉള്ള ആളാണെങ്കിൽ ചെയ്യേണ്ട. ഇനി അടുത്ത സംശയം, ഡെലിവറിൻ്റെ ഡേറ്റിന് ഒരാഴ്ച മുമ്പ് ചെയ്യുന്നത് നല്ലതാണോ? ഇത് ചെയ്യുന്നത് നല്ലതാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. സെമൻ, അതായത് ശുക്ലത്തിൽ എന്തുണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ, ഒരു കെമിക്കൽ ഉണ്ട്. ഈ ഒരു കെമിക്കൽ ഡെലിവറി നല്ല രീതിയിൽ നടത്താനും നോർമൽ ഡെലിവറി ആവാനും സഹായിക്കുന്നു. ഇനിയിപ്പോൾ ഇത് സംശയം ചോദിക്കുന്നതല്ല, അത് നോർമലി നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അതായത് സെർവിക്സിൻ്റെ മുഖഭാഗം തുറന്നിരിക്കുന്നത്, അതായത് ചിലവരോട് പറയുമല്ലോ സ്റ്റിച്ച് ഇടണം, ഗർഭപാത്രം ഇറങ്ങി വരുന്നുണ്ട്, അങ്ങനത്തെ പേഷ്യൻ്റ് ചെയ്യരുത്. പിന്നെ ബ്ലീഡിങ് ഉള്ളത്, നമ്മുടെ മറുപിള്ള താഴ്ന്നിരിക്കുന്നത് അല്ലെങ്കിൽ മറുപിള്ള തിരിഞ്ഞിരിക്കുന്നത്, അങ്ങനത്തെ അതായത് പ്ലാസൻ്റ പ്രീവിയ എന്നുള്ള കണ്ടീഷനുള്ളവരൊന്നും ചെയ്യരുത്. പിന്നെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഈ ഭാഗത്ത് ഇൻഫെക്ഷൻസ്, STD അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആയാലും അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമല്ലോ, അങ്ങനെ അങ്ങനെയൊക്കെ എന്താ ചൊറിച്ചിലൊക്കെ ഉണ്ടായിട്ട് വരുമല്ലോ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ 2, 3, 4 വർഷം കഴിഞ്ഞിട്ട് കുട്ടികളാവുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നത്, കാരണം നിങ്ങൾക്ക് അബോഷന് ചാൻസ് കൂടുതലാണ്. അതുപോലെ PCOD കഴിഞ്ഞിട്ട് 1, 2 തവണ അബോഷൻ കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രഗ്നൻ്റ് ആയവരും ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ പ്രഗ്നൻസിയിലുള്ള സംശയങ്ങൾ ഏകദേശം തീർന്നു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് സെക്സ് എപ്പോൾ ചെയ്യുന്നതാണ് നല്ലത്? അത് സിസേറിയൻ ആണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ എങ്ങനെ? സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ഫസ്റ്റത്തെ കുറച്ച് ദിവസം ഹോർമോണിന് വ്യതിയാനം വന്നിട്ടുണ്ടാവും. നമ്മുടെ മറുപിള്ള പോകുന്നത് കൂടെ, കുട്ടി പുറത്തു നിന്ന് പോകുന്നതോടെ നമ്മുടെ ഹോർമോൺ നല്ല വ്യത്യാസം വരും. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയുടെ ഹോർമോണോ അല്ല ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡിക്ക് നമ്മൾ കേൾക്കുന്നതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഇതിന് തന്നെ കാരണം എന്താണ്? ഈ ഹോർമോണിലുള്ള വ്യതിയാനമാണ്. ഇതേ ഹോർമോൺ തന്നെയാണ് നമ്മുടെ സെക്സ് ഓർഗൻസിലുള്ള ഹോർമോൺസ് കുറയുമ്പോൾ അതിനുള്ള താല്പര്യം പൊതുവേ കുറയും. പിന്നുള്ളത് യോനി ഭാഗത്ത് നമ്മുടെ ഈസ്ട്രോജൻ കുറയും. ഈസ്ട്രോജൻ ഹോർമോൺ കുറയുമ്പോൾ യോനി ഭാഗത്ത് ഭയങ്കര ഡ്രൈനസ് ആയിരിക്കും. ഇപ്പോൾ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡ്രൈനസ് ആണെങ്കിൽ നല്ല വേദന ഉണ്ടാവും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, ഇത് ഒരു നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി വരാനുള്ള അത്രയും ഇത് വലുതായിട്ട് ഇതിനൊരു ചുരുങ്ങാനുള്ള ഒരു സമയം കൊടുക്കണം. ഇനി അഥവാ സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ മസിൽസ് എല്ലാം കട്ട് ചെയ്തു, ഗർഭപാത്രത്തിലെ മസിൽസ് എല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ സിസേറിയൻ്റെ മസിൽസ് ഒക്കെ നോർമൽ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം 1 വർഷം ആകുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. എല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 45 ദിവസം, ഒരു 4 മുതൽ 6 ആഴ്ച, മിനിമം ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പം ചെയ്യുമ്പോഴും ഇനിയിപ്പോൾ പാല് കൊടുക്കുന്നുണ്ട്, അപ്പം ഇനി പ്രഗ്നൻ്റ് ആവില്ല. സാധാരണ അങ്ങനെയാണ്, പാല് കൊടുക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആവില്ല. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ കുട്ടികളാവാതിരിക്കുള്ള ഗർഭനിരോധനത്തിലെ ഒരു മാർഗമാണ് എന്ത്? പാല് കൊടുക്കുന്ന അമ്മമാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവില്ല. പക്ഷെ അത് എപ്പോഴും സക്സസ് ആവണമെന്നില്ല. ഓൾറെഡി ഇവർ വളരെ ബോഡി വീക്കാണ്. ഈ സമയത്തൊന്ന് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം ജനിച്ച കുട്ടിക്കും ഇനി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലുള്ള ആ അമ്മയ്ക്കും അടുത്ത കുട്ടിക്കും ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഗർഭനിരോധന കോണ്ടംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ അത് ആ അമ്മയുടെ ആരോഗ്യം അടുത്ത കുട്ടിക്കും വരാൻ പോകുന്ന കുട്ടിക്കും ഇപ്പോഴുള്ള കുട്ടിക്കും എല്ലാം പ്രശ്നങ്ങളായിരിക്കും. അപ്പം 6 ആഴ്ച വെയിറ്റ് ചെയ്യുക. ഇനി പറ്റുന്നവരാണെങ്കിൽ ശരിക്കും നല്ലത് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ മാത്രം 6 ആഴ്ച കഴിഞ്ഞിട്ട് 3 മാസം വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇനി അടുത്തത്, ഇനി എപ്പോഴാണ് നമുക്ക് അടുത്ത കുട്ടികൾ വേണ്ടത്? ശരിക്കും ഒരു 3 വർഷം വെയിറ്റ് ചെയ്യണം. കാരണം ഈ അമ്മയ്ക്ക് ഈ ഉണ്ടായ കുട്ടി ഫസ്റ്റ് കുട്ടീനെ നമുക്ക് നോക്കാനും ആ കുട്ടിയുടെ മുലകുടി മാറണമെങ്കിൽ ഒരു 2 വയസ്സ് വരെ നമ്മൾ മിനിമം പാല് കൊടുക്കണം. അപ്പോഴാണ് ആ കുട്ടിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ആ കുട്ടിയെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു കുട്ടി ഉണ്ടാവാൻ 3 വർഷം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതുവരെ സെക്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ, ഒന്നാമത്തേത് ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് നമ്മൾ ഗവൺമെൻറ് തന്നെ ഇത്ര ഡെലിവറിക്ക്
ഡെലിവറിക്ക് ശേഷം ഗവൺമെൻറ് പലർക്കും അറിയില്ല, നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെൻറ്ററിൽ, അതായത് നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ കോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. ചിലവരും അത് കേട്ടിട്ട് പോലുമില്ല. കോപ്പർട്ടിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ പോലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ കോപ്പർട്ടി നോർമലി ഇടുന്നത് ഡെലിവറി കഴിഞ്ഞു ഫസ്റ്റ് പീരിയഡ്സ് ആവില്ലേ, ഫസ്റ്റ് പീരിയഡ്സ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഇടുക. പക്ഷേ ഈ കോപ്പർട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് 1-2 മാസം കുറച്ച് ബ്ലീഡിങ് കൂടുതലായിരിക്കും. ഓൾറെഡി ബ്ലീഡിങ് കൂടുതലായിരിക്കും, കുറച്ചും കൂടി ബ്ലീഡിങ് ആകുമ്പോൾ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് താൽക്കാലിക അതിനുള്ള മെഡിസിൻസ് കഴിച്ചാൽ മതി. പക്ഷേ ഇത് സേഫാണ്. അവർ പറയുന്നത് ഏകദേശം ഒരു 5 വർഷം ഇത് സേഫാണ് എന്നാണ് പറയുന്നത്. നമുക്ക് എപ്പോഴാണ് കുട്ടീനെ ആവശ്യമാകുന്നത് അപ്പോൾ നമുക്ക് ഈ കോപ്പർട്ടി റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത കുട്ടിക്ക് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ നാച്ചുറലായിട്ട് ചെയ്യുന്നത്, മുലയൂട്ടുന്ന അമ്മമാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല, പക്ഷെ അതിന് നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പലരും ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് പാലൊന്നും കൊടുക്കുന്നതല്ല. എന്നാലും അതൊരു നല്ല ഗർഭനിരോധനമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കപ്പിൾസ് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വിത്ത്ഡ്രോവൽ എന്ന് പറയുന്നത്. അതായത് സ്ഖലനം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ശുക്ലം പുറത്തോട്ട് കളയും. ഇതാണ് പലരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ ഫെയിലിയറിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. പക്ഷെ എന്നാലും പലരും ഇത് സക്സസ് ആയിട്ട് ഇത് വെച്ചിട്ട് അങ്ങനെ നീട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഇത് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്, പക്ഷേ ഫെയിലിയർ ചാൻസ് കൂടുതലാണ്. പിന്നുള്ളതാണ് പിൽസ്. പക്ഷേ പിൽസ് ഈ അല്ലാതെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട്, അതായത് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഒരിക്കലും പിൽസ് അത്ര നല്ല കാര്യമല്ല. കാരണം ഇത് പാല് കുറവോ, കാരണം കുട്ടിയുടെ പാലിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് പൊതുവേ കാണാറുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത മെത്തേഡാണ്, നേരത്തെ പറഞ്ഞ കോപ്പർട്ടീനെക്കാട്ടിലും അതുപോലെ വേറൊരു മെത്തേഡാണെന്ത് മെറീന എന്ന് പറയുന്നത്. ഈ മെറീനയും കോപ്പർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മെറീന കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. അതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല, നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി തന്നെ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ബ്ലീഡിങ് കുറവായിരിക്കും. പൊതുവേ മെറീന വെച്ചവർക്ക് വളരെ ചെറിയ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് ഇത്രയും കുറച്ചും കൂടി എഫക്റ്റീവ് ആകാൻ കാരണം ഇതിൽ ഹോർമോൺസും കൂടി അടങ്ങിയിട്ടുണ്ട്. കോപ്പർട്ടി അല്ലാണ്ട് കുറച്ചും കൂടി ഹോർമോൺസും കൂടി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.